ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു പച്ചമുളക് തൈയിൽ ധാരാളം വെള്ളീച്ചകൾ ഇങ്ങനെ ഉണ്ടായിന്, രൂക്ഷമായ ആക്രമണം ഉണ്ടായിന്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഇങ്ങനെ പരിഹരിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഉപയോഗിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് കുതിർത്ത ശേഷം അതിൻ്റെ തെളിയെടുത്ത് അതിൻ്റെ കൂടെ ഇപ്പോൾ 2 പാട്ട അതിൻ്റെ ഇതെടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പോളം കഞ്ഞിവെള്ളം നേർപ്പിച്ച തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഊറ്റിയെടുത്തത്, അതും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നേർപ്പിച്ച് മുളക് തൈലെല്ലാം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മെത്തേഡാണ്. അപ്പോൾ ഏറെക്കുറെ ആ ഒരു മെത്തേഡിൽ തന്നെ ഇത് കുറേ. പിന്നെ ഇത് ഞാൻ 1 വർഷമായി ഇങ്ങനെ വേസ്റ്റെല്ലാം ഒരു ബക്കറ്റിലിട്ട് അത് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, പച്ചക്കറി വേസ്റ്റും അതൊക്കെ ഒരു ബക്കറ്റിൽ അടച്ചു വെച്ച് അതിൻ്റെ ആ ഒരു സത്ത് ഊറി വന്നതില്ലേ, അത് നേർപ്പിച്ച് പച്ചവെള്ളവും ചേർത്ത് നേർപ്പിച്ച ശേഷം ഇങ്ങനെ ഒരേ അളവിൽ ഇപ്പോൾ 2 ബക്കറ്റ് 2 കപ്പ് അത് എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു തെളിനീര് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും ചേർത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ കീടശല്യത്തിനും ഇതിൻ്റെ വളപ്രയോഗമായിട്ടും 2 ഗുണങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണെന്ന് തോന്നുന്നു. പച്ചമുളകിൻ്റെ ആ ഒരു വെള്ളീച്ച ശല്യം മാറാനും കുരുടിപ്പ് മാറാനൊക്കെ നല്ല ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇതിപ്പോൾ 1 കൊല്ലമായിട്ട് ബക്കറ്റിൽ ഇങ്ങനെ അടച്ചു വെച്ച് കുറേശ്ശെ എടുത്തിപ്പോൾ ഇങ്ങനെ ഒരു മണമോ ഒരു നാറ്റവും ഒന്നുമില്ലാതെ നല്ലൊരു അപ്പോൾ ഇത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്.